ജ്ഞാനേശ്വരി, ജ്ഞാനേശ്വരൻ്റെ ഭഗവത്ഗീത ഭാഷ്യം, അധ്യായം 4, ജ്ഞാനകർമ്മ സന്യാസയോഗം തുടർന്ന് വായിക്കുന്നു. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ചില സാധകർ ചെവി, കണ്ണ് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളെയും കൈ, കാൽ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളെയും സംയമമാകുന്ന അഗ്നികളിൽ ഹോമിക്കുന്നു. വേറെ ചിലർ ശബ്ദം, സ്പർശം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ ആത്മനിയന്ത്രണം അഥവാ ചിത്തസംയമനം ആകുന്ന യാഗാഗ്നിയാണ് കൊളുത്തുന്നത്. അവർ അതിൽ ശരീരനിയന്ത്രണം, മനസ്സ്, വാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ നിർവചനങ്ങൾ ഹോമദ്രവ്യമായി സങ്കല്പിച്ച് മന്ത്രോച്ചാരണത്തോടുകൂടി ഹോമിക്കുന്നു. അതായത് യോഗികൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ നടക്കുന്നുവെന്ന് താൽപ്പര്യം. മറ്റു ചിലർ അവരിൽ വൈരാഗ്യം ഉദിക്കുന്നതോടുകൂടി ചിത്തസംയമനമാകുന്ന ശ്രീകോവിലിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു. ഈ അഗ്നി വൈരാഗ്യത്തിൻ്റെ തീജ്വാലയിൽ മായാമോഹത്തിൻ്റെ ചുള്ളിക്കെട്ടുകൾ എരിച്ചു തീർക്കുമ്പോൾ തൃഷ്ണയുടെ പുകപടലം 5 യജ്ഞകുണ്ഡങ്ങളിൽ നിന്ന് ഉയർന്നു മറയുകയും യജ്ഞകുണ്ഡങ്ങൾ വെടിപ്പും തിളക്കവും ഉള്ളതായി കാണപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ദിവ്യമായ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ മുഴുവൻ ഹോമദ്രവ്യങ്ങളാക്കി ധർമ്മശാസ്ത്രാദികളിൽ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ഇന്ദ്രിയാഗ്നികളിൽ ഹോമിക്കുന്നു. സർവാണി ഇന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നൗ ജുഹ്വതി ജ്ഞാനദീപിതേ. മറ്റു ചില ധ്യാനനിഷ്ഠന്മാർ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളുടെയും പ്രാണൻ മുതലായ 10 വായുക്കളുടെയും വ്യാപാരങ്ങളെ ആത്മവിഷയകമായ ജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്നതായ ആത്മസംയോഗമെന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അല്ലയോ പാർത്ഥ, ഇപ്രകാരം ചിലർ അവരുടെ പാപത്തെ കഴുകിക്കളയുന്നു. ചിലർ വിവേചനമാകുന്ന അരണി ഗുരു ഉപദേശിച്ച പ്രകാരം ഹൃദയമാകുന്ന അരണിയോട് ചേർത്ത് അതിവേഗത്തിൽ ഉരുമുന്നു. എല്ലാ മാനസികാവസ്ഥകളും ഏകരൂപമാക്കി ദ്രവീഭവിപ്പിച്ചതിന് ശേഷമുള്ള ഉരസൽ ആയതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഫലം സിദ്ധിക്കുകയും ജ്ഞാനത്തിൻ്റെ അഗ്നി കത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ അഗ്നി കത്തിജ്വലിക്കുന്നതിന് മുമ്പ് അതിൽ നിന്നുണ്ടാകുന്നത് അത്ഭുത ശക്തികൾ സമ്പാദിക്കണമെന്നുള്ള മോഹത്തിൻ്റെ വശീകരണ ധൂമമാണ്. ധൂമപ്രവാഹം നിലയ്ക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ തീപ്പൊരികൾ കാണാറാവുന്നു. ആത്മീയ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ലാഘവമാക്കി തീർത്ത ചിത്തത്തിൻ്റെ ബന്ധനരഹിതമായ ചെറിയ അംശങ്ങൾ ഈ ജ്ഞാനാഗ്നിയിൽ ഇട്ടുകൊടുക്കുമ്പോൾ മമതയാകുന്ന നെയ്യിൻ്റെ സഹായത്തോടെ അഗ്നി ആളിക്കത്തി വാസനകളെ എരിച്ചു കളയുന്നു. അപ്പോൾ ഇന്ദ്രിയ കർമ്മങ്ങളെ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ഈ അഗ്നിജ്വാലയിലേക്ക് നിവേദിക്കുന്നു. പിന്നീട് പ്രാണൻ മുതലായ വായുക്കളുടെ വ്യാപാരങ്ങളെ അവസാനത്തെ ഹോമദ്രവ്യമാക്കി ഈ അഗ്നിയിൽ ഹോമിക്കുന്നു. യജ്ഞത്തിൻ്റെ പരിസമാപ്തിയിൽ ബ്രഹ്മത്തിൽ നിമഗ്നമായി അവഭൃത സ്നാനവും നടത്തുന്നു. ആത്മനിയന്ത്രണമെന്ന യജ്ഞത്തിൻ്റെ അവസാനത്തിൽ യജ്ഞശേഷിപ്പായി ലഭിക്കുന്ന ആത്മജ്ഞാനാനന്ദത്തിൻ്റെ അനുഭൂതിയാകുന്ന ഹവിസ് അവർ യജ്ഞശിഷ്ടമായി അനുഭവിക്കുന്നു. ഇതുപോലെ യജ്ഞം നടത്തി മോക്ഷം നേടിയവർ പലരുമുണ്ട്. ഇപ്രകാരമുള്ള യജ്ഞകർമ്മങ്ങൾ പല വിധത്തിൽ ഉള്ളതാണെങ്കിലും പരബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുകയെന്നുള്ളതാണ് എല്ലാറ്റിൻ്റെയും ഏക ലക്ഷ്യം. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞാഃ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയഃ സംശിതവ്രതാഃ. ചിലർ ദ്രവ്യദാനം ചെയ്ത് യജ്ഞം അനുഷ്ഠിക്കുന്നു. മറ്റു ചിലർ തപസ്സനുഷ്ഠിച്ച് യജ്ഞം ചെയ്യുന്നു. ചിലർ മനസ്സിൻ്റെ സമനിലയെന്ന യോഗം ശീലിച്ച് യജ്ഞം ചെയ്യുന്നു. മറ്റു ചിലർ വേദശാസ്ത്രങ്ങളെ വായിച്ചും
അവയുടെ അർത്ഥവിചാരം ചെയ്തും യത്നം ചെയ്യുന്നു. ഇങ്ങനെ മോക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരെല്ലാം അവരവരുടെ നിഷ്ഠയിൽ മൂർച്ച കൂടിയ വ്രതത്തോടു കൂടിയവരാകുന്നു. സൽപാത്രങ്ങൾക്ക് യജ്ഞബുദ്ധിയോടുകൂടി ദ്രവ്യദാനത്തെ ചെയ്യുന്നവർ ദ്രവ്യയജ്ഞവും, യജ്ഞബുദ്ധിയോടുകൂടി തപസ് ചെയ്യുന്നവർ തപോയജ്ഞവും, പ്രാണായാമം, പ്രത്യാഹാരം മുതലായ ലക്ഷണങ്ങളോടുകൂടിയ യോഗമാകുന്ന യജ്ഞം ചെയ്യുന്നവർ യോഗയജ്ഞവും ചെയ്യുന്നു. ചിലർ ഉദിതമായ വാക്കുകൾ കൊണ്ട് ഉദിതമായ വാക്കുകളിലേക്ക് അർപ്പണം നടത്തുന്നു. ഇതിനെ വാഗ്യജ്ഞമെന്ന് പറയുന്നു. ധ്യാനം ചെയ്ത് വസ്തുവിചാരം നടത്തി ബ്രഹ്മത്തെ അറിയുന്നത് ജ്ഞാനയജ്ഞമാകുന്നു. ഈ യജ്ഞങ്ങൾ നിർവഹിക്കുന്നതും അവയുടെ ഗൂഢതത്വങ്ങളെല്ലാം വെളിവാക്കുന്നതും വിഷമകരമായ കാര്യമാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടുള്ളവർക്ക് അവരുടെ ആത്മീയ ശക്തി കൊണ്ട് ഈ യജ്ഞങ്ങൾ വിജയകരമായി നടത്താൻ കഴിയും. അവരുടെ അഗാധമായ യോഗശക്തിയും അടിയുറച്ച ചിത്തസംയമനവും അവരുടെ ജീവാത്മാവിനെ പരമാത്മാവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കുന്നതിന് അവരെ കഴിവുള്ളവരാക്കി തീർക്കുന്നു. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണാപാനഗതിരുദ്ധ്വാ പ്രാണായാമപരായണാഃ. പ്രാണായാമം ചെയ്യുന്നവരായ മറ്റു ചില യോഗികൾ പ്രാണന്റെയും അപാനന്റെയും ഗതികളെ അടക്കിയിട്ട് അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമം ചെയ്യുന്നു. ഗതിഭേദമനുസരിച്ച് പ്രാണനെ പ്രാണനെന്നും അപാനൻ എന്നും രണ്ട് പേരുകൾ ചൊല്ലി വിളിക്കുന്നു. പുറത്തേക്ക് പോകുന്നത് അപാനനും ഉള്ളിലേക്ക് കടക്കുന്നത് പ്രാണനുമാണ്. ചിലർ അപാനനെ പ്രാണനിൽ ഹോമിക്കുന്നു. പ്രാണനുമായുള്ള അപാനന്റെ ഏകീഭവിപ്പിക്കലാണ് അപാനയജനം. ചിലർ പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു. അപാനനുമായുള്ള പ്രാണന്റെ ഏകീഭവിപ്പിക്കലാണ് പ്രാണയജനം. മറ്റു ചിലർ പ്രാണനെയും അപാനനെയും സ്തംഭിപ്പിച്ച് നിർത്തുന്നു. ഇപ്രകാരം സ്തംഭിപ്പിച്ച് നിർത്തുമ്പോൾ കുടത്തിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം പോലെ പ്രാണൻ ഉള്ളിൽ നിശ്ചലമായി നിറഞ്ഞു നിൽക്കാൻ ഇടവരുന്നു. ഇപ്രകാരമുള്ള യജ്ഞം ചെയ്യുന്നവരെ പ്രാണായാമികൾ എന്ന് പറയുന്നു. അപരേ നിയതാഹാരാഃ പ്രാണാൻ പ്രാണേഷു ജുഹ്വതി സർവേപ്യേതേ യജ്ഞവിദഃ യജ്ഞക്ഷപിതകൽമഷാഃ. ചിലർ മിതമായി ആഹാരം കഴിച്ചുകൊണ്ട് അന്തർവായുക്കളെ, അതായത് ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വായുഭേദങ്ങളിൽ, അതായത് തങ്ങൾക്കധീനമായ ഇന്ദ്രിയങ്ങളിൽ ഹോമം ചെയ്യുന്നു. മേൽ വിവരിച്ച പ്രകാരമുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും യജ്ഞത്തെ അറിഞ്ഞവരും യജ്ഞം കൊണ്ട് പാപത്തെ നശിപ്പിക്കുന്നവരും ആകുന്നു. ഹഠയോഗം അനുഷ്ഠിക്കുന്നവർ അവരുടെ ആഹാരത്തെ നിയന്ത്രിച്ചിട്ട് ഉള്ളിൽ അടങ്ങി ഒതുങ്ങുന്ന പ്രാണപ്രസരങ്ങളിൽ മറ്റെല്ലാ പ്രാണചലനങ്ങളെയും ഹോമിക്കുന്നു. ഇതാണ് പ്രാണനിലെ പ്രാണയജനം. ഈ രീതിയിൽ സാധനകൾ അനുഷ്ഠിക്കുന്നവരെല്ലാം യജ്ഞമെന്തെന്ന് അറിയുന്നവരാണ്. ഇപ്രകാരം പ്രാണായാമം ദൃഢപ്പെടുന്നതോടെ പ്രാണൻ അത്യന്തം സൂക്ഷ്മമായി ഭവിച്ച് ശരീരത്തിൽ എല്ലാ രോമകൂപങ്ങളിലും പരന്ന് വ്യാപിച്ചിട്ട് ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ഉണ്ടാക്കി തീർക്കുന്നു. അങ്ങനെ അത് ആത്മാനുഭവത്തിന് വഴിതെളിക്കുന്നു. മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന അവരെല്ലാം അവരുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ ഇപ്രകാരം യജ്ഞങ്ങൾ വഴിയായി കഴുകിക്കളഞ്ഞ് ചിത്തശുദ്ധി വരുത്തുന്നു. മനസ്സിൻ്റെ മായാമോഹങ്ങളും അജ്ഞതയും നീങ്ങുമ്പോൾ ശേഷിക്കുന്നത് പരിശുദ്ധമായ ആത്മബോധമാണ്. അങ്ങനെയുള്ള ആത്മബോധത്തിൽ അഗ്നിയെന്നോ യാചകനെന്നോ ഉള്ള അതിർവരമ്പുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. യജ്ഞകർത്താവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രയോജനകരമായി നിറവേറിയിരിക്കുന്നു. നാനാമുഖങ്ങളായ കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കർമ്മവാസനകളെല്ലാം ക്ഷയിച്ച് കർമ്മസാക്ഷിക്ക് തുല്യം പ്രകാശിക്കാൻ ഇടയാകുന്ന ആത്മാവിൽ ദ്വന്ദ്ഭാവത്തിൻ്റെ നിഴൽ പോലും വീഴുകയില്ല. യജ്ഞശിഷ്ടാമൃതഭുജഃ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമ. മുൻ പറയപ്പെട്ട പ്രകാരമുള്ള യജ്ഞങ്ങളെ ചെയ്തതിൻ്റെ ശേഷം അമൃതതുല്യമായ വിഹിതാനത്തെ ഭുജിക്കുന്നവർ
നിത്യമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞം ചെയ്യാത്തവന് ഈ അല്പസുഖത്തോടു കൂടിയ ലോകം തന്നെ ഇല്ല. അപ്പോൾ പിന്നെ ബഹുസുഖത്തോടു കൂടിയ സ്വർഗാദി അന്യലോകങ്ങൾ എവിടെ, എങ്ങനെ സിദ്ധിക്കും? യജ്ഞം കഴിഞ്ഞ് ശേഷിക്കുന്ന അമൃതം എന്താണ്? ഈ യജ്ഞങ്ങൾ കഴിഞ്ഞ് അവശേഷിക്കുന്നത് കേവലം അന്നമാണെന്ന് കരുതരുത്. അത് അകളങ്കവും അനശ്വരവും പരമവുമായ ജ്ഞാനമാണ്. പരബ്രഹ്മത്തെ തേടുന്ന ഒരു സത്യാന്വേഷി ഈ ജ്ഞാനത്തെ ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള മന്ത്രോച്ചാരണത്തോടുകൂടി ഉപാസിക്കുന്നു. ആത്മീയമായ യജ്ഞങ്ങൾ നടത്തി ഇച്ഛാപൂർത്തി വരുത്തുന്നവർ അതിൻ്റെ ശേഷിപ്പായി ലഭിക്കുന്ന ജ്ഞാനമായ അമൃത് അത്യന്തം സംതൃപ്തിയോടെ ഭുജിക്കുകയും അമരത്വം നേടി അനായാസമായി പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. യോഗത്തിൻ്റെ വഴികൾ അനുഷ്ഠിക്കാതെയും ആത്മീയമായി തീവ്രമായ ഉത്കർഷേച്ഛ ആഗ്രഹിക്കാതെയും ചിത്ത സംയമനത്തിനു വേണ്ടിയും പോരാടാതെയും ഇരിക്കുന്ന ഒരുവന് യഥാർത്ഥ പരിത്യാഗത്തിൻ്റെ ആനന്ദാശ്ലേഷം ലഭിക്കുന്നതല്ല. യജ്ഞരൂപത്തിലല്ലാതെ സ്വാർത്ഥമോഹിതനായി കർമ്മം ചെയ്യുന്നവന് ശാന്തിയോ സുഖമോ അനുഭവിക്കാൻ ഇടയാകുന്നില്ല. അവന് ഈ ലോകം തന്നെ നഷ്ടപ്പെടുന്നു. അപ്പോൾ പിന്നെ പരലോകത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ഏവം ബഹുവിധാ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഇപ്രകാരം അനേകവിധമായ യജ്ഞങ്ങൾ വേദമുഖത്തിൽ വിവരിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള കർമ്മവുമായി ബന്ധപ്പെട്ടവയാണ് എന്ന് അറിയുക. യജ്ഞങ്ങൾ കർമ്മവുമായി ബന്ധപ്പെട്ടവയാണെന്നറിഞ്ഞാൽ സംസാരബന്ധത്തിൽ നിന്ന് നിനക്ക് മുക്തനാകാൻ കഴിയും. വേദത്തിൽ വേണ്ടവണ്ണം വിശദമായി വിവരിച്ചിട്ടുള്ള അനവധി യജ്ഞങ്ങളെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതേപ്പറ്റിയെല്ലാം ഇനിയും കൂടുതലായി വിശദീകരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. സമസ്ത യജ്ഞങ്ങളും കർമ്മത്തിൽ വേരൂന്നി നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ പൊരുൾ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ കർമ്മങ്ങൾ ഒരിക്കലും നിന്റെ ആത്മാവിനെ തളച്ചിടുകയില്ല. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. ഹേ പരന്തപ, ദ്രവ്യത്തെ കൊണ്ട് ചെയ്യുന്ന യജ്ഞത്തേക്കാൾ ജ്ഞാനമാകുന്ന യജ്ഞം ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മവും സമ്പൂർണ്ണ ഭാവത്തിൽ ഫലസഹിതം ബ്രഹ്മജ്ഞാനത്തിൽ തന്നെയാണ് പര്യവസാനിക്കുന്നത്. ഈ യജ്ഞങ്ങളിലെല്ലാം ആവശ്യമായിരിക്കുന്ന ജഡികവും പ്രാപഞ്ചികവുമായ പല കർമ്മങ്ങളും വേദത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാകയാൽ അവ സ്വർഗപ്രാപ്തിക്ക് വഴിതെളിയിക്കുന്ന അസാധാരണമായ ഫലത്തെ ഉളവാക്കുന്നു. ഈ ദ്രവ്യയജ്ഞങ്ങൾ യജ്ഞങ്ങളെന്ന നിലയിൽ ഉത്കൃഷ്ടങ്ങളാണ്. എങ്കിലും ജ്ഞാനത്തിൽ വേരൂന്നി നിൽക്കുന്ന യജ്ഞായജ്ഞവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ അർക്കകാന്തിയിൽ ഒളിമങ്ങുന്ന താരപ്രഭ പോലെ വിളറി വ്യർത്ഥമായി പോകുന്നു. ഈ ജ്ഞാനം പ്രബോധിതമായ ആത്മാവിൻ്റെ ആധ്യാത്മിക ചക്ഷുസുകൾക്ക് ദിവ്യമായ നേത്രാഞ്ജനമാണ്. യോഗികൾ ഇതുപയോഗിച്ച് അന്തർഗതമായി ഒളിഞ്ഞുകിടക്കുന്ന പരമാനന്ദത്തിൻ്റെ നിധി കണ്ടെത്തുന്നു. ഈ ആനന്ദം പ്രാപഞ്ചിക കർമ്മങ്ങളുടെ മഹത്തായ പരിസമാപ്തിയാണ്. മോചനത്തിൻ്റെ ധന്യമായ ഖനിയാണ്. ഇത് ആത്മീയ ബുഭുക്ഷയെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുമൂലം കാമം ശിഥിലമാകുന്നു, യുക്തിവിചാരം താറുമാറാകുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വിസ്മരിക്കുന്നു, ചിത്തം ചിത്തവിചാരങ്ങളെ പൊട്ടിച്ചെറിയുന്നു, സംസാരിക്കാനുള്ള ശേഷി സംസാരത്തിന് നഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാറ്റിലും ആത്മസ്വരൂപത്തെ മാത്രം അയാൾ ദർശിക്കുന്നു. അതോടെ പരിത്യാഗത്തിൻ്റെ പരമലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു. ത്യാജ്യഗ്രാഹശക്തി കരസ്ഥമാക്കാനുള്ള ഉന്നം സമ്പൂർണമായി നേടിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ അയാൾ അനായാസേന ആത്മാവുമായി താദാത്മ്യം പ്രാപിക്കുന്നു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ആത്മതത്വം അറിഞ്ഞിരിക്കുന്ന
ജ്ഞാനികൾ ജ്ഞാനത്തെ നിനക്ക് ഉപദേശിച്ചു തരും. ഈ ജ്ഞാനം ഗുരുപാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചും അവസരം നോക്കി ഗുരുവിനോട് തത്വപരമായ ചോദ്യങ്ങൾ ചോദിച്ചും ശുശ്രൂഷ കൊണ്ട് ഗുരുവിനെ പ്രസാദിപ്പിച്ചും അറിയേണ്ടതാണ്. വിശിഷ്ടമായ ഈ ജ്ഞാനം സമ്പാദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അർപ്പണബോധത്തോടെ ഹൃദയംഗമമായി ജ്ഞാനികളെ സേവിക്കണം. തത്വവിത്തുക്കളുടെ പാദസേവ അവരുടെ ജ്ഞാനക്ഷേത്രത്തിലേക്കുള്ള പടിവാതിലാണ്. അവരെ ശുശ്രൂഷിച്ച് അവരുടെ വിശ്വാസം നേടിയെടുക്കണം. വിനയത്തോടെ അവരുടെ പാദത്തിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. അഹങ്കാരമോ അഹന്തയോ ഇല്ലാതെ സർവാത്മന അവരെ ആശ്രയിക്കണം. അപ്പോൾ നീ അവരോട് അർത്ഥിച്ചാൽ നിനക്ക് അറിയേണ്ടതെല്ലാം അവർ നിനക്ക് വെളിവാക്കി തരും. ഇപ്രകാരം ലഭിക്കുന്ന ജ്ഞാനം നിന്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കും. ഈ വിജ്ഞാന ദീപത്താൽ നിന്റെ ഹൃദയം പ്രഭാപൂരിതമായാൽ പിന്നെ അതൊരിക്കലും തൃഷ്ണയ്ക്കും ചാഞ്ചല്യത്തിനും ഇടയായിത്തീരുകയില്ല.